ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ ബാംഗ്ലൂർ പഞ്ചാബിനെ തോൽപ്പിച്ചുകൊണ്ട് മറ്റൊരു ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ക്വാളിഫയർ വണ്ണിൽ പഞ്ചാബിനെതിരെ ക്ലിയർ കട്ട് ഡൊമിനേഷൻ തന്നെയായിരുന്നു അവിടെ RCB ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് സൈഡിലും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ടോസ് കിട്ടി ബോളിംഗ് തിരഞ്ഞെടുത്ത ഒരു ബ്രില്യൻ ഡിസിഷനാണ് തെളിയിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു RCBയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രകടനം. ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മികച്ച എക്കോണമിയിലായിരുന്നു താരങ്ങളെല്ലാം തന്നെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പഞ്ചാബിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മൊബൈൽ നമ്പറിന്റെ ഡിജിറ്റ്സ് പോകുന്ന പോലെയായിരുന്നു അവരുടെ സ്കോർ കാർഡ് പോയിരുന്നത്. അതായത് കൃത്യമായ ഇടവേളകൾ കറക്റ്റായിട്ട് വിക്കറ്റുകൾ വീഴ്ത്താനും പിച്ചിനെ നന്നായി യൂസ് ചെയ്യാനും അവിടെ RCBയുടെ ബോളേഴ്സിന് സാധിച്ചു. ഗ്രേറ്റ് ഡൊമിനേഷൻ തന്നെ പറയണം. അത് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലെ RCBയുടെ വിജയത്തിന് ഏറ്റവും വലിയൊരു കാരണമെന്നും പറഞ്ഞാൽ നമുക്ക്. ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഗുണേശ്വർ കുമാർ ആണെങ്കിലും യാഷ് ദയാൽ ആണെങ്കിലും ഹേസൽവുഡ് ആയിരുന്നെങ്കിലും സുയാ ശർമ്മയാണെങ്കിലും റൊമാരിയോ ഷെപ്പേർഡ് ആയിരുന്നു വരുന്നത്. കൃണാൽ പാണ്ഡ്യ ആകെ ഒരു ഓവർ എറിഞ്ഞുള്ളൂ. 6 ഓവറിൽ 10 റൺസ് കിട്ടി. ഭുവനേശ്വർ കുമാറിലേക്ക് നോക്കുകയാണെങ്കിൽ 8.5 എക്കോണമി, യാഷ് ദയാൽ 6.5 എക്കോണമി, ഹേസൽവുഡ് 6.63. സുയാ ശർമ്മ കിളിനായിട്ട് തന്നെയാണ് ബോൾ ചെയ്തത്. ഇടയ്ക്ക് ആ മിഡിൽ ഓർഡറിനെ മൊത്തം തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലാണ് ബോൾ ചെയ്തത്. 5.67 എക്കോണമിയിൽ ഗ്രേറ്റ് ബോളിംഗ് ഫിഗേഴ്സ്. അതോടൊപ്പം തന്നെ അവരുടെ പഞ്ചാബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർ പതറിപ്പോയി. ഒന്ന് സെറ്റിൽ ആവുന്നതിന് മുമ്പ് തന്നെ അവരുടെ മെജോറിറ്റി ഓഫ് വിക്കറ്റ്സ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ആകെ കൂടി അവിടെ എടുത്ത് പറയാനുള്ള ഇന്നിങ്സ് എന്ന് പറയുന്നത് സ്റ്റോയിനിസിന്റെ ഇന്നിങ്സ് ആയിരുന്നു. 17 ബോളിൽ 26. ഞാനൊരു ഒറ്റയാൾ പോരാട്ടമൊക്കെ ആളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കാര്യമായിട്ട് ഇമ്പാക്ട് താരത്തിന് ഒരു പരിധി കഴിഞ്ഞ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സുയാ ശർമ്മ ബൈ പറഞ്ഞ് വിടുകയായിരുന്നു അവിടെ സ്റ്റോയിനിസിനെ. തിരിച്ച് ബാറ്റിങ്ങിന് ഇറങ്ങിയ RCBയെ സംബന്ധിച്ച് കിടിലൻ സ്റ്റാർട്ടിംഗ് ആയിരുന്നു അവിടെ വിരാട് കോഹ്ലി അഗ്രസീവായിട്ട് കൊടുത്തത്. 12 ബോൾ 12 റൺസേ വന്നുള്ളൂ. പക്ഷേ ആദ്യത്തെ ഓവറിൽ കുറച്ചൊന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ കണ്ടു. പക്ഷേ മറു സൈഡിൽ ഫിൽ സോൾട്ട് വേറെ ഏതോ പിച്ചിലായിരുന്നു ബാറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു രീതിയിലും ആ ഒരു പിച്ച് ബോളേഴ്സിനെ ഡൊമിനേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല സോൾട്ട്. 27 ബോളിൽ 56 റൺസ് ആയിരുന്നു സ്കോർ ചെയ്യുന്നത്. മാച്ച് വിന്നിംഗ് പെർഫോമൻസ് തന്നെയാണ്. 207 സ്ട്രൈക്ക് റേറ്റിൽ അതും ഇങ്ങനൊരു പിച്ചിൽ ബാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. പവർ പ്ലേയിൽ തന്നെ ഏകദേശം കാര്യങ്ങൾ RCBയുടെ കയ്യിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടതായിരുന്നു ജാമീസിന്റെ ആദ്യത്തെ ഓവറുകൾ കണ്ടപ്പോൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ ജാമീസിന്റെ ആ പവർ പ്ലേയിലെ അവസാനത്തെ ഓവറിൽ 8 തിട്ടടി കൊടുത്തു. അന്യായ അടിയായിരുന്നു. അതിൽ തന്നെ നല്ലൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള സ്കോർ അവിടെ ഏകദേശം സെറ്റ് ചെയ്ത് വെക്കാൻ സാധിച്ചു പവർ പ്ലേ തന്നെ. അതോടൊപ്പം തന്നെ വിക്കറ്റ് പോയതിനു ശേഷം വന്ന അഗർവാളും ഒന്ന് സെറ്റിൽ ചെയ്താണ് കളിച്ചത്, സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത്. ആൻഡ് ദെൻ പട്ടിദാർ വരുന്നു, മാച്ച് ഫിനിഷ് ആവുന്നു. എന്തായാലും RCBയെ സംബന്ധിച്ച് ഒരു സ്വപ്ന തുല്യമായ സീസൺ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2016 ആവർത്തിക്കാതിരിക്കട്ടെ. ഫൈനലിൽ മികച്ചൊരു വിജയം നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു 18 വർഷത്തെ കാത്തിരിപ്പിന് പൂർണ്ണത ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പഞ്ചാബിന് ഇനിയും ചാൻസ് ഉണ്ട്. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ. എന്തെന്നില്ല, ഞാനൊരു RCB ഫാനൊന്നുമില്ല, പക്ഷേ വളരെയധികം സന്തോഷമുണ്ട് ഇവർ ഫൈനലിലെത്തിയത്. ബൈ ബൈ ഗൈസ്.